നമസ്കാരം. ഇന്ന് നമ്മളുടെ വീഡിയോ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 CNC സിമുലേറ്ററിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിരുന്നു. ബേസിക് മെഷീൻ ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പാർട്സുകളെ പറ്റി നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ടൂളുകളും അല്ലെങ്കിൽ വർക്ക് പീസ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം, മറിച്ച് നമുക്കൊരു പ്രോഗ്രാം എങ്ങനെ നമുക്ക് സേവ് ചെയ്ത് ഒരു വർക്കായിട്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻഡു മാർക്ക്, അത് കഴിഞ്ഞിട്ടൊരു ഫയലിൻ്റെ സിമ്പല്, ചക്ക്, ടററ്റ്, അതിന് തൊട്ട് താഴെ ജി കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു വെർണിയർ, ഒരു കീയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളുടെ ഓപ്ഷൻസ് എല്ലാം കിടക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മെഷീൻ സെറ്റപ്പ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ മെമ്മറിയിലുള്ള പ്രോഗ്രാം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനായി ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഇൻഡു മാർക്കിന് തൊട്ട് താഴെ വരുന്ന ഈ ഫയൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു 3 ഓപ്ഷൻസ് കാണിക്കും: ന്യൂ പ്രൊജക്റ്റ്, ഓപ്പൺ പ്രൊജക്റ്റ്, സേവ് പ്രൊജക്റ്റ്. ഇതിൽ കിടക്കുന്നൊരു പ്രോഗ്രാം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് G70 അല്ലെങ്കിൽ ഓരോ സൈക്കിൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫാനൂക്കിൻ്റെ ഓപ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫാനൂക്ക് കൺട്രോളിനെ ബേസ് ചെയ്താണ് ഇവർ ഈ സിമുലേറ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫാനൂക്കിൻ്റെ കോഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനിവിടെ G90 എന്ന് പറയുന്നൊരു ടേണിംഗ് സൈക്കിളുണ്ട്. നമ്മളത് ടേണിങ്ങിൻ്റെ സൈക്കിളുണ്ട്. ഞാനിവിടെ മൈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് പ്രോജക്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു, പക്ഷേ ഇതിൽ വിസിബിളായി കാണുന്നില്ല. അത് നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഫയലിൻ്റെയൊക്കെ താഴെയായിട്ട് ജി കോഡിൻ്റെ ഒരു മോണിറ്റർ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുത്തിരിക്കുന്ന പ്രോഗ്രാംസ് ഇവിടെ വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേജ് കാണിക്കും. ഇതിൽ നമ്മൾ മുകളിലായിട്ട് പ്ലേ ബട്ടൺ കാണിക്കും. ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. മെഷീൻ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ദെൻ ഇനി നമുക്ക് നോക്കേണ്ടത്, ഇതിൽ കോഡുകളുണ്ട്, പല ടൈപ്പിലുള്ള കോഡുകളുണ്ട്. എം കോഡും ജി കോഡ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി, അതായത് ഫാനൂക്ക് കൺട്രോളിൻ്റെ ജി കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, നമുക്കറിയില്ല, നമുക്ക് ആദ്യം മുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഫയൽ ഓപ്പൺ ചെയ്യുക. അതായത് ഫയൽ ഓപ്പൺ, നമ്മൾ നിയറസ്റ്റ് ചെയ്ത പ്രോഗ്രാം ഇവിടെ ഓപ്പൺ ആയിരിക്കും. നമ്മൾ ഈ മോണിറ്റർ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ കിട്ടും. ഈ ഫയലിൻ്റെ റൈറ്റ് ഒരു ബോക്സ് കാണിച്ചിട്ടുണ്ട്, കണ്ടോ, അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ജി കോഡുകളിലൂടെ വിസിബിളായിട്ട് കാണിക്കും. ജി കോഡ് എന്നല്ല, ലിസ്റ്റ് ഓഫ് കോഡ്സ് എന്നാണ് പറയുന്നത്. ആ കോഡുകളെല്ലാം നമുക്കിവിടെയുണ്ട്. ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. കണ്ടോ, ജി കോഡ് G20 ഇൻപുട്ട് ഇൻ ഇഞ്ച് 21 mm ആണ്. അപ്പോൾ അതുപോലുള്ള എല്ലാ കോഡുകളും സൈക്കിളുകളും വർക്ക് ഓഫ് സെറ്റുകളും എല്ലാം ഫിനിഷിംഗ് സൈക്കിൾ, അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നോക്കി നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം മാക്സിമം ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. താഴേക്ക് വരുമ്പോഴാണ് നമുക്കിവിടെ എം കോഡുകളെ പറ്റി കാണാൻ സാധിക്കും. കേട്ടോ, M00, M01 മുതൽ ഇങ്ങനെ നമുക്ക് ഓരോന്നും നല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോഡുകളൊക്കെ നമുക്ക് ജസ്റ്റ് മാനുവലി ഇതിൽ ഓപ്പറേഷൻ MDI മോഡിലിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തൊക്കെ നോക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ എം കോഡും ജി കോഡും എല്ലാം ഇവിടെ ഈ ഒരു സിമുലേറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സിമുലേറ്ററാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി അത് ക്ലോസ് ചെയ്യാൻ ആ ബുക്കിൽ തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഹൈഡായി പോകും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം പ്രോഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി ഇതിൽ നമുക്ക് നോക്കാനുള്ളത് വർക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വർക്കിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നത്. അതായത് ചക്ക് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് അടുത്തത് വരുന്നത്. അതായത് ഫയലിൻ്റെ തൊട്ട് താഴെ വരുന്നത് ചക്കാണ്. ചക്ക് എടുക്കുക, ഇത് ചേഞ്ചസ് കൊടുക്കാൻ പറയുമ്പോൾ ഓക്കെ കൊടുക്കുക. നമ്മൾ എടുക്കാൻ പോകുന്ന റോ മെറ്റീരിയലിൻ്റെ സൈസും കാര്യങ്ങളും നമുക്കിവിടെ ലെങ്ത് വൈസിൽ, ഇപ്പോൾ ലെങ്ത് ആണെങ്കിൽ 120, ഡയമീറ്റർ 120 തന്നെയാണെങ്കിൽ നമ്മളിവിടെ 120, 5+ എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ വാല്യൂസ് കൂടി വരിക. അങ്ങനെ നമുക്കിതിൻ്റെ ഡയമീറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം വർക്കിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിലായിരിക്കും. ഈ പറഞ്ഞ ചക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്
ടററ്റാണ്. ഈ ടററ്റിനകത്ത് രണ്ടാമത്തേത് ടൂൾ ടററ്റാണ്. അത് ക്ലിക്ക് ചെയ്യുക. ഈ ടൂൾ ടററ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ടൂൾസ് നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ടൂൾ ടററ്റിൻ്റെ ലൊക്കേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അത് നമുക്കിപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഒരു 5-ാം നമ്പർ ടൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ. അത് ഞാൻ ഇവിടുന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഏത് ടൂളിലാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി ഇടുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ടൂൾ നമ്പർ 2-നകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. ഇപ്പോൾ 2-നകത്ത് ഇവിടെ ഓൾറെഡി ടൂൾ വന്നിട്ടുണ്ട്. ഒരു ഡ്രില്ലും കിടപ്പുണ്ട്. 2 നമ്പറിനകത്ത് ഒരു ടേണിംഗ് ടൂളും കിടപ്പുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ടേണിംഗ് ടൂൾ ഇപ്പോൾ ഡ്രില്ലാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ലൊക്കേഷനിൽ നിൽക്കുന്നത്. നമുക്കത് മാറ്റിയിട്ട് ടേണിംഗ് ടൂൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് MDA മോഡിലിട്ട് കോൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി വരുന്നത് താഴെ മോണിറ്ററിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനുള്ള MDA മോഡ് ഓപ്പൺ ആക്കണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ ഓപ്പൺ ചെയ്തൊരു പ്രോഗ്രാം കിടപ്പുണ്ടാവും. നമുക്കത് മാറ്റി പുതിയ പ്രോഗ്രാം എടുക്കണമെങ്കിൽ ഫയലിനകത്ത് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഇതിൽ നമുക്ക് ടൂൾ അറേഞ്ച് ചെയ്യണം. ടൂൾ ലിസ്റ്റ് വരും. ഈ ടൂൾ ലിസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് 1-ാം നമ്പർ ടൂളിൽ ഞാനിപ്പോൾ 3-ലിട്ടു. 3-ലിട്ടതിന് ശേഷം അത് ഹൈഡ് കൊടുക്കുക. ഹൈഡ് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ 3-ാം നമ്പർ ടൂൾ ഇവിടെ കിടപ്പം ഇത് കോൾ ചെയ്യണം. അതിന് നമുക്ക് കോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടൂൾ കോളിംഗ് കമാൻഡ് M06 ആണ്. ഇപ്പോൾ നമ്മൾ ഇതിവിടെ ഇത് കൊടുത്തതിന് ശേഷം മോണിറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ കീക്ക് താഴെ ഇവിടെ കീബോർഡ് ഉണ്ട്. കീബോർഡ് എടുക്കുക. M06 ആണ് നമ്മളുടെ ടൂൾ ചേഞ്ചിങ് കമാൻഡ്. സ്പേസ് കൊടുക്കുക. ടൂൾ നമ്പർ 3 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എൻഡ് ഓഫ് ബ്ലോക്ക്. അതിനുശേഷം പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ടൂൾ അവിടെ ചേഞ്ച് ചെയ്ത് വരും. ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റോപ്പ് കൊടുക്കുക. സ്റ്റോപ്പ് കൊടുക്കുമ്പോൾ റിട്ടേൺ പോകും. എപ്പോഴും ഡീഫോൾട്ടായിട്ട് ടൂൾ നമ്പർ 1 ആയിരിക്കും കിടക്കുക. അല്ലാത്തത് നമ്മൾ തിരിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ബാക്കിലേക്ക് മാറും. ഇനി നമുക്കിത് അപ്പോൾ ടൂൾ കോൾ ചെയ്യാനുള്ള കമാൻഡ് കഴിഞ്ഞു. ടൂൾ കോൾ ചെയ്തതിന് ശേഷം നമുക്ക് കൂളൻ്റ് ഓൺ ചെയ്യണം. നമ്മൾ അടുത്ത ബ്ലോക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. എൻ്റർ അടിക്കുക. താഴേക്ക് വരും. അതിന് ശേഷം 03 നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് സ്പിൻഡിലൊന്ന് കിടക്കാം. M03 S1000 എന്ന് ഞാൻ കൊടുക്കുകയാണ്. S1000 കൊടുത്തു. എൻഡ് ഓഫ് ബ്ലോക്ക് കൊടുത്തു. ഇനി താഴേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ കൂളൻ്റ് ഓൺ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കുകയാണ്. M08 കൊടുത്തു. എൻഡ് ഓഫ് ബ്ലോക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. അതിനുശേഷം ഡോറ് ക്ലോസ് ചെയ്യാനുള്ള കമാൻഡ് ഉണ്ട്. M39 എൻഡ് ഓഫ് ബ്ലോക്ക് കൊടുത്തു. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം എന്തൊക്കെ സംഭവിക്കുന്നു. സ്റ്റോപ്പ് ചെയ്തു. അപ്പം പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത് ഇതുപോലെയാണ്. നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയ ഒരു രീതിയിലായിരിക്കും സിമുലേറ്റർ കാണിക്കുക. അത് സിമുലേറ്റർ അങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ഇതിൽ അഡീഷണൽ ഇനി ചെയ്യാനുള്ളത് ഇപ്പോൾ നമുക്കിവിടെ ഡോർ ക്ലോസിങ് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡോർ ക്ലോസും ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ പ്രോഗ്രാം എല്ലാം കൂടെ ഡിലീറ്റ് ചെയ്യാം. ബാക്ക് സ്പേസ് അടിക്കുക. കംപ്ലീറ്റ് പ്രോഗ്രാമും ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഡോറ് ക്ലോസ് ആൻഡ് ഓപ്പൺ എന്നുള്ള കമാൻഡ് മാത്രം നമുക്ക് കൊടുത്തു നോക്കാം. M39 ആണ്. M39 എൻഡ് ഓഫ് ബ്ലോക്ക്. ഓപ്പൺ ചെയ്യാനുള്ളത് M38 ആണ്. M38 എൻഡ് ഓഫ് ബ്ലോക്ക്. സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡോറ് ഒന്ന് ക്ലോസ് ആയി, ദെൻ ഓപ്പൺ ആയി. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഗെയിമിൻ്റെ ലാഘവത്തോടു കൂടി നമുക്ക് ഈ ഒരു മെഷീനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം അത്രത്തോളം നല്ലൊരു സിമുലേറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി വരും വീഡിയോകളിൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സൈഡിലേക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിലെ പ്രോഗ്രാം എടുക്കുക, പ്ലേ ചെയ്ത് നോക്കുക, ടൂൾ അറേഞ്ച് ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ വർക്ക് സെറ്റ് ചെയ്യാനായിട്ട് വർക്കിൻ്റെ സൈസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. MDI മോഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോണിറ്റർ ഓപ്പൺ ചെയ്ത് നമുക്കതിൻ്റെ മാനുവലായിട്ട് ടൂള് ചേഞ്ച് ചെയ്യുന്നതും അതുപോലുള്ള മാനുവൽ ഓപ്പറേഷൻ കോഡ് യൂസ് ചെയ്തിട്ടുള്ള കോഡ്സ് എല്ലാം അടിച്ച് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്